ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ലൊരു വില കിട്ടാവുന്ന കുറച്ച് നോട്ടുകളൊക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തെന്നാൽ അദ്ദേഹത്തിനും കളക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഞാനും കളക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്പെയർ ആയിട്ട് കുറച്ചുകൂടെ കിട്ടിയപ്പോൾ എനിക്ക് കൊണ്ട് തന്നതാണ്. അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വന്ന കുറച്ച് നോട്ടുകളൊക്കെ എനിക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന നോട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ കൊണ്ടുവന്ന നോട്ടുകളാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന കുറച്ച് നോട്ടുകൾ. അപ്പോൾ ആ ഒരു നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നോട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ടാണ്. സൗദി അറേബ്യയിലെ നോട്ടാണ്. 1 റിയാൽ എന്നറിയപ്പെടുന്ന നോട്ടാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. ഏകദേശം ഈ ഒരു നോട്ടിൻ്റെ നല്ലൊരു കണ്ടീഷന് ഒരു 1000 1500 രൂപയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു UNC കണ്ടീഷൻ നോട്ടിന് ഈ ഒരു കണ്ടീഷന് ഏകദേശം ഒരു 600 രൂപ 650 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി ഒരു നോട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ നോട്ട് തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സൗദി അറേബ്യയിൽ തന്നെയാണ് വേറൊരു നോട്ട് തന്നെയാണ്. സൗദി അറേബ്യയിലെ 1 റിയാൽ എന്നറിയപ്പെടുന്ന നോട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. ഏകദേശം 900 രൂപ മുതൽ 1200 രൂപ 1500 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്ന നോട്ടാണ്. UNC കണ്ടീഷന് അതിനേക്കാളും കുറച്ചുകൂടി കൂടും. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു കണ്ടീഷൻ നോട്ടൊക്കെ എനിക്ക് അദ്ദേഹം കൊണ്ടുവന്നായിരുന്നു. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മൗറീഷ്യസിലെ 5 രൂപ നോട്ടാണ്. ഈ ഒരു നോട്ടിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാൻ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ തുടർന്ന് എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മൗറീഷ്യസിലെ 5 രൂപ നോട്ടും എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നോട്ടുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അദ്ദേഹം എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൊണ്ടുവന്നതിന്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന ജപ്പാനിലെ 100 അതായത് 100 N എന്നറിയപ്പെടുന്ന നോട്ടാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 100 N എന്നറിയപ്പെടുന്ന നോട്ടാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ഏകദേശം ഒരു 600 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. നല്ലൊരു കണ്ടീഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു എക്സ്ട്രാ ഫൈൻ വെരി ഫൈൻ ഗുഡ് കണ്ടീഷൻ തന്നെയാണ് പറയാം. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നോട്ടാണ് എനിക്ക് കിട്ടിയത്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു നോട്ടാണ് ഹംഗറിയിലെ 2000 നോട്ട്. അപ്പോൾ ഈ ഒരു നോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ്. കുറച്ച് ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിലും നല്ലൊരു കണ്ടീഷൻ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം എനിക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന അസർബൈജാനിലെ 20 മനാറ്റ് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. അപ്പോൾ ഈ ഒരു നോട്ട് ഇപ്പോഴും സർക്കുലേഷനിൽ നമുക്കുള്ള നോട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു നോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ട് അത്യാവശ്യം നല്ലൊരു വില തന്നെ കിട്ടാവുന്ന ഏകദേശം 1800 രൂപ 2000 രൂപ അതായത് കളക്ഷൻ പർപ്പസിൻ്റെ ഇടയിൽ നമുക്ക് 2000 രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അസർബൈജാനിലെ 20 മനാട്ട് എന്നറിയപ്പെടുന്ന നോട്ട്. അപ്പോൾ ഈ ഒരു നോട്ട് നമുക്ക് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 1700 1800 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇത്രയും നോട്ടുകൾ എനിക്ക് അദ്ദേഹം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് അറിയുകയും അദ്ദേഹത്തിൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തതിലും സ്പെയർ ആയിട്ട് എനിക്ക് അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് കറൻസി എനിക്ക് തരുകയും ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് പുറം രാജ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കളക്ഷൻ ഉണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന നോട്ട് ഇവിടെ നാട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കളക്ഷനിലൊക്കെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളിവിടെ വില കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും കുറച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി നമുക്ക് കളക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ നോട്ടുകളാണ് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു റയർ കാറ്റഗറിയും സ്കാർസ് കാറ്റഗറി വരുന്ന നോട്ടുകളൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള നോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ നോട്ടൊക്കെ നല്ലൊരു കണ്ടീഷൻ നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.